ഹലോ എവരിവൺ, ഞാൻ ബാനർജി ഭാസ്കരൻ. ദ പവർ ഓഫ് ഹഗ്ഗിങ്, അതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഈ വീഡിയോയുടെ ആദ്യം കാണിച്ചിരിക്കുന്ന പിക്ചർ എന്ന് പറയുന്നത് എൻ്റെ ഒരു സുഹൃത്തും അദ്ദേഹത്തിൻ്റെ ഫാമിലിയുമാണ്. സുഹൃത്തിൻ്റെ മകൻ വിദേശത്തേക്ക് പോവുകയാണ്, ദുബൈയിലേക്ക് പോവുകയാണ്. പോകുന്നതിന് മുൻപ് എയർപോർട്ടിൽ വെച്ച് അച്ഛനെയോ അമ്മയും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന ഒരു ചിത്രം. എന്താണ് ഹഗ്ഗിങ്ങിൻ്റെ ശക്തി? നമുക്ക് ഇഷ്ടപ്പെട്ടവരെ, നമ്മൾ സ്നേഹിക്കുന്നവരെ ആ സ്നേഹം കാണിക്കുവാനുള്ള ഒരു ഉപാധിയാണ് ഹഗ്ഗിങ് എന്ന് പറയുന്നത്. സൈക്കോളജിസ്റ്റ് പറയുന്നത് ഒരു കുട്ടിക്ക് 4 തവണയെങ്കിലും ഒരു ദിവസം ഹഗ്ഗിങ് ലഭിക്കണം. അതിൻ്റെ സർവൈവലിനായി, അതിൻ്റെ ആരോഗ്യത്തിനായി ദിവസം 8 തവണയെങ്കിലും നമ്മൾ അതിനെ ഹഗ് ചെയ്തിരിക്കണം. അതുപോലെ അതിൻ്റെ വളർച്ചയ്ക്കായി ഒരു ദിവസം 12 തവണയെങ്കിലും ഒരു കുഞ്ഞിനെ നമ്മൾ കെട്ടിപ്പിടിച്ചിരിക്കണം എന്നാണ് സൈക്കോളജി പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു റിസർച്ചിൽ പറയുന്നത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ആദ്യത്തെ ഒരു വർഷം, അതായത് അവരുടെ ജനനത്തിലെ ഫസ്റ്റ് ഇയറിൽ ഏതാണ്ട് ഒരേപോലെയാണ് ഹഗ്ഗിങ് ലഭിക്കുന്നത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് ആൺകുട്ടികൾക്ക് വളരെ കുറച്ച് ഹഗ്ഗിങ്സ് മാത്രമാണ് ലഭിക്കുന്നത്. അതേസമയം പെൺകുട്ടികൾക്ക് അത് തുടർച്ചയായി ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാകാം ആൺകുട്ടികൾ കുറച്ച് കുരുത്തക്കേടുള്ളവരായി മാറുന്നത് എന്നും ആ റിസർച്ച് പറയും. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മളുടെ സ്നേഹം കാണിക്കാൻ നമുക്ക് ഇഷ്ടപ്പെട്ടവരോടെ, നമ്മളുടെ കൂട്ടുകാരാകാം, നമ്മുടെ കുടുംബ ബന്ധങ്ങളിലുള്ളവരാകാം, എല്ലാം കാണിക്കാനായി ഉള്ള ഏറ്റവും ശക്തമായ ഒരു മാർഗമാണ് ഹഗ്ഗിങ് എന്ന് പറയുന്നത്. കുട്ടികളെയൊക്കെ നന്നായി ഹഗ് ചെയ്ത് തന്നെ നമ്മൾ വളർത്തണം. കാരണം ഒരിക്കൽ അവർ വളർന്നു വലുതായി കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് അവരെ ഹഗ് ചെയ്യാൻ കിട്ടുമോ എന്ന് തന്നെ സംശയമാണ്. സോ വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.